ഹായ് ഹലോ ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മൂന്നാറിലെ മറയൂരിനടുത്തുള്ള കാന്തല്ലൂരിലെ ബ്രഹ്മരം വ്യൂ പോയിൻ്റാണ്. ബ്രഹ്മരം സിനിമയുടെ ചില ഭാഗങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തതെന്ന് പറയപ്പെടുന്നു. അതിനുശേഷം ബ്രഹ്മരം വ്യൂ പോയിൻ്റ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. നേരത്തെ ഈ ബ്രഹ്മരം വ്യൂ പോയിൻ്റ് വരെ വണ്ടിയിൽ പോകണമെങ്കിൽ ലോക്കൽ ജീപ്പ് പിടിക്കണമായിരുന്നു. അവസാനത്തെ ഒരു 300 മീറ്റർ റോഡ് തോട് പോലെയായിരുന്നു. ഇപ്പോൾ വഴി നന്നാക്കിയിട്ടുണ്ട്. ബസ് പോകാനുള്ള വീതിയില്ല. കാറും ജീപ്പും ട്രാവലറൊക്കെ പോകും. വഴിക്ക് വീതി തീരെ കുറവാണ്. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ കേരളത്തിലെ മറിഞ്ഞിരിക്കുന്ന രത്നങ്ങളിലൊന്നായ കാന്തല്ലൂരിലെ ബ്രഹ്മരം വ്യൂ പോയിൻ്റ് പര്യവേഷണം ചെയ്യുകയാണ്. മനോഹരമായ ഇപ്പോൾ ആ ജീപ്പ് കിടക്കുന്നിടം വരെയും നമ്മുടെ വണ്ടികളൊക്കെ എത്തും. അവിടെ നമ്മൾ കാണുന്ന ഒരു ചെറിയ മരത്തിന് മുകളിലൊരു ചെറിയ കുടിൽ അവിടെയുണ്ട്. അത് അധികം ഹൈറ്റ് ഇല്ലാത്തതാണ്. അവിടെ നമുക്ക് കയറാം, അതിനകത്ത് കയറി കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ഈ പഴങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട്. ഫാഷൻ ഫ്രൂട്ട്, പേരയ്ക്ക, അങ്ങനെ പല പഴങ്ങളുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു പൊക്കത്തിലുള്ള മരത്തിലുള്ളൊരു വീടെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ അവിടെ നമ്മൾ ബ്രഹ്മരം വ്യൂ പോയിന്റിൽ പോകുന്നതിന് മുമ്പ് തന്നെ കയറി കാണുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മടുക്കും, പിന്നെ അതിന് മുകളിൽ കയറാൻ പാടാണ്. വേണ്ടവർ അതിന് മുമ്പ് തന്നെ അങ്ങ് പോണ വഴിക്ക് തന്നെ കയറി കാണുക. ഇവിടെ നിന്ന് അങ്ങോട്ട് അല്പം നടക്കാനുണ്ട്. മനോഹരമായ പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ വ്യൂ പോയിന്റ് പ്രകൃതിയുടെ സത്തയെ യഥാർത്ഥത്തിൽ പകർത്തുന്ന പച്ചപ്പിൻ്റെയും ശാന്തമായ ഭൂപ്രകൃതിയുടെയും മനോഹരമായ പനോരമ പ്രദാനം ചെയ്യുന്നു. ഈ വീഡിയോയിൽ നിങ്ങൾ ബ്രഹ്മരം വ്യൂ പോയിന്റിൻ്റെ ആകർഷണത്തിലേക്ക് ആഴ്ന്നിറങ്ങും. നിങ്ങളുടെ സന്ദർശനായുള്ള ചില നുറുങ്ങൾ പങ്കിടുകയും ചുറ്റുമുള്ള പ്രദേശത്തിൻ്റെ അതുല്യമായ ആകർഷണങ്ങൾ അടുത്തറിയുകയും ചെയ്യും. ബ്രഹ്മരം വ്യൂ പോയിന്റിലേക്കുള്ള യാത്രയും ലക്ഷ്യസ്ഥാനം പോലെ തന്നെ വിസ്മയിപ്പിക്കുന്നതാണ്. കാന്തല്ലൂരിലെ കുന്നുകൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ തേയിലത്തോട്ടങ്ങൾ, ഉരുണ്ട കുന്നുകൾ, ഊർജ്ജസ്വലമായ പ്രാദേശിക സസ്യജാലങ്ങൾ എന്നിവയുടെ അതിശയകരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ലഭിക്കും. ഡ്രൈവ് നിർത്താനും ഫോട്ടോകൾ എടുക്കാനുമുള്ള അവസരങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ഈ റൂട്ട്. അതിനാൽ നിങ്ങളുടെ ക്യാമറ തയ്യാറാണെന്ന് ഉറപ്പുവരുത്തുക. ഇത് നമ്മുടെ ആ ഒരു ഫ്രൂട്ട് സാധനങ്ങൾ കിട്ടിയ അവരുടെ അവിടെ ഉള്ള ഒരു പേരയാണ്. അതിൽ നിറയും പേരയ്ക്കകൾ കായ്ച്ചിട്ടുണ്ട്. നിങ്ങൾ മൂന്നാറിൽ നിന്നോ സമീപ നഗരങ്ങളിൽ നിന്നോ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിരാവിലെ ആരംഭിക്കുന്നത് പരിഗണിക്കുക. ആദ്യകാല വെളിച്ചം ഭൂപ്രകൃതിയുടെ ഭംഗി വർദ്ധിപ്പിക്കുകയും ജനക്കൂട്ടം എത്തുന്നതിന് മുമ്പ് ശാന്തത ആസ്വദിക്കാനുള്ള അവസരം നമുക്ക് നൽകുകയും ചെയ്യുന്നു. നിങ്ങൾ ബ്രഹ്മരം വ്യൂ പോയിന്റിൽ എത്തുമ്പോൾ കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന വിശാലമായ കാഴ്ച നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കുന്നുകൾക്ക് മുകളിലൂടെ മൂടൽമഞ്ഞ് ഉരുളുന്നത് കാടുകളുടെ പച്ചവുമായി ചേർന്ന് ഒരു സ്വപ്നതുല്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അതുപോലെ നമ്മൾ ഈ മലഞ്ചെരുവിൽ നിൽക്കുമ്പോൾ താഴെ നിന്നടിക്കുന്ന ശക്തമായ കാറ്റ് നമ്മളെ കൂടി എടുത്തുകൊണ്ട് പോകുമെന്ന് തോന്നും. ഈ മേഖലയിലെ മറ്റുള്ളവയുമായി താരതമ്യം ചെയ്യുമ്പോൾ വ്യൂ പോയിന്റ് താരതമ്യേന വാണിജ്യവൽക്കരിക്കപ്പെട്ടിട്ടില്ല. ഇത് ഏകാന്തത ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റുന്നു. ഒരു പുസ്തകമോ ലഘുഭക്ഷണങ്ങളോ കൊണ്ടുവരിക, അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് പ്രകൃതിയുടെ ശബ്ദങ്ങൾ ആസ്വദിക്കുക. ഫോട്ടോഗ്രാഫർമാർക്കും പ്രകൃതി സ്നേഹികൾക്കും നഗരജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും അനുയോജ്യമായ ഒരു സ്ഥലമാണിത്. വ്യൂ പോയിന്റ് തന്നെ ഒരു പ്രധാന ഹൈലൈറ്റ് ആണെങ്കിലും കൂടുതൽ പര്യവേഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ ഇതിലൂടെയാണ് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. നടന്നു വന്ന് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മരത്തിന് മുകളിലുള്ള വീടൊക്കെയുള്ള അവിടുന്ന് നമ്മൾ ഇതിലൂടെയാണ് ഈ ഒരു നടപ്പുചാലിലൂടെയാണ് ഇങ്ങനെ നടന്നു വന്ന് ഇവിടെ ഇങ്ങനെ പാറ അങ്ങനെ താഴോട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പാറയിൽ നിന്ന് താഴോട്ട് എത്രയും താഴോട്ട് ഇറങ്ങി ചെല്ലാമോ അത്രയും നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റും. പ്രകൃതി നടത്തം, ഭ്രമരത്തിന് ചുറ്റുമുള്ള പാതകൾ കാൽനട യാത്രയ്ക്ക് അനുയോജ്യമാണ്. വ്യത്യസ്ത തലത്തിലുള്ള ബുദ്ധിമുട്ടുകളോടെ അവർ തുടക്കക്കാരും പരിചയസമ്പന്നരുമായ ട്രക്കർമാരെ പരിപാലിക്കുന്നു. നിങ്ങൾ കാൽനട യാത്ര നടത്തുമ്പോൾ ജൈവ വൈവിധ്യമുള്ള ഈ പ്രദേശത്ത് തഴച്ചു വളരുന്ന പ്രാദേശിക
മരങ്ങളും അതുല്യമായ സസ്യജാലങ്ങളെ നിരീക്ഷിക്കുക. പ്രാദേശിക ഫാമുകൾ സന്ദർശിക്കുക. ജൈവപഴങ്ങൾ മുതൽ സുഗന്ധവ്യഞ്ജനങ്ങൾ വരെയുള്ള വൈവിധ്യമാർന്ന കൃഷിക്ക് പേരുകേട്ടതാണ് കാന്തല്ലൂര്. ചില ഫാമുകൾ ടൂറുകൾ വാഗ്ദാനം ചെയ്യുന്നു. അവിടെ നിങ്ങൾക്ക് സുസ്ഥിരമായ കൃഷി രീതിയെക്കുറിച്ച് പഠിക്കാനും പഴങ്ങൾ പറിക്കുന്നതിൽ പങ്കെടുക്കാനും കഴിയും. അതുപോലെ സാംസ്കാരിക അനുഭവം. ഗ്രാമീണരുമായി ഇടപഴകുന്നതിലൂടെ പ്രാദേശിക സംസ്കാരത്തിൽ മുഴുകുക. അവരുടെ ജീവിതരീതികൾ, പാരമ്പര്യങ്ങൾ, പ്രദേശത്തിൻ്റെ തനതായ കാർഷിക രീതികൾ എന്നിവയെക്കുറിച്ചുള്ള കഥകൾ അവർ പലപ്പോഴും പങ്കിടുന്നു. കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെടാനും അവരുടെ ജീവിതശൈലിയെക്കുറിച്ച് ഉൾക്കാഴ്ച നേടാനുള്ള ഒരു മികച്ച മാർഗമാണിത്. സന്ദർശിക്കാൻ പറ്റിയ സമയം, നിങ്ങൾ ഭ്രമരം വ്യൂ പോയിന്റിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ സമയം നിർണായകമാണ്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. കാലാവസ്ഥ തണുത്തതും തെളിഞ്ഞ ആകാശവുമാണ്. ഇത് ദൃശ്യപരത വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഔട്ട്ഡോർ പ്രവർത്തനങ്ങളെ കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു. മൺസൂൺ മാജിക്. മഴക്കാലത്ത് സന്ദർശിക്കുന്നതും മാന്ത്രികമായിരിക്കും. ലാൻഡ്സ്കേപ്പ് ഒരു സമൃദ്ധമായ പർദീസയായി മാറുന്നു. പക്ഷേ വഴുവഴുപ്പുള്ള പാതകളിൽ ജാഗ്രത പാലിക്കണം. പുറപ്പെടുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും കാലാവസ്ഥ പരിശോധിക്കുക. മൂന്നാർ യാത്ര ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മഴക്കാലത്തെ മഴയില്ലാത്ത ഇടവേളകളിലാണ്. അപ്പോൾ എല്ലായിടത്തും വെള്ളച്ചാട്ടങ്ങൾ ജലസമൃദ്ധമായിരിക്കും. അതുപോലെ തന്നെ മലമുകളിൽ നിന്നും പാല് പോലെ ഒഴുകിയിറങ്ങുന്ന ചെറിയ ചെറിയ അരുവികൾ എല്ലായിടത്തും ദൃശ്യമായിരിക്കും. ഇതിവിടുത്തെ ദൃശ്യചാതുരിക്ക് വളരെ മിഴിവേകുന്നു. കാന്തല്ലൂരിലെ ഭ്രമരം വ്യൂ പോയിന്റ് കേവലം പ്രകൃതി രമണീയമായ ഒരു സ്ഥലമല്ല, പ്രകൃതിയും ശാന്തിയും ഇഴചേരുന്ന സ്ഥലമാണ്. നിങ്ങളൊരു സാഹസികത തേടുന്ന ആളായാലും, ഫോട്ടോഗ്രാഫിയിൽ തൽപരനായാലും, അല്ലെങ്കിൽ സമാധാനപരമായ വിശ്രമം തേടുന്ന ഒരാളായാലും ഈ ലൊക്കേഷനിൽ എല്ലാവർക്കുമായി എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ യാത്രാ ബക്കറ്റ് ലിസ്റ്റിലേക്ക് ഭ്രമരം വ്യൂ പോയിന്റ് കൂടി ചേർക്കാൻ നിങ്ങൾക്ക് ഒരു പ്രചോദനം ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ ചാനൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. അങ്ങനെ നമ്മുടെ ചാനലിനൊരു വളർച്ചയും കൂടെ കിട്ടാൻ സഹായിക്കുക. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.